ഹേ മൈ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ സെഫിൻ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളൊരു അടിപൊളി സ്റ്റഡി വ്ളോഗായിട്ടാണ്. ഫസ്റ്റത്തെ വ്ളോഗ് ഇട്ടപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. കുറേ പേർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമ്മൾ കമൻറ്റ് കണ്ടു. താങ്ക് യു സോ മച്ച്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നൊരു ടൈം ടേബിൾ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാല്ലേ. അപ്പം എന്നാ പഠിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ ടൈം ടേബിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ചേഞ്ചസ് ഒക്കെ വരുത്താം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഈ വീഡിയോയിൽ ആഫ്റ്റർ സ്കൂൾ ടൈം ടേബിളും പ്ലസ് രാവിലത്തെ ഒരു ടൈം ടേബിളും കൂടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ആഫ്റ്റർ സ്കൂൾ ടൈം ടേബിൾ നോക്കാം. അപ്പോൾ 4:30 to 6:30 വരെ നമുക്ക് ബ്രേക്ക് ടൈം ഉണ്ടോ. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. യൂട്യൂബ് കാണുക, ഇൻസ്റ്റാഗ്രാം തോണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേയും ചെയ്യാം കേട്ടോ. ആൻഡ് 6:30 to 7 വരെ നമുക്ക് പ്രെയർ ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ടൈം പ്രെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പ്രെയർ ടൈം 6:30 to 7 PM വരെയാണ്. സോ അപ്പോൾ നിങ്ങൾ പ്രെയർ ടൈം അനുസരിച്ച് അത് സെറ്റാക്കാം കേട്ടോ. 7 PM to 8 PM വരെ നമുക്ക് വാച്ച് യൂട്യൂബ് വീഡിയോസ് ബേസ്ഡ് ഓൺ യുവർ ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സൈലം എക്സാമിന് എജുപോർട്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തവരുണ്ടാവാം. ഇനി യൂട്യൂബ് ക്ലാസ് കാണുന്നവരുണ്ടാവാം. അവർക്കൊക്കെ ആ ഒരു ഹവർ നമുക്ക് അങ്ങനത്തെ ഒരു ടൈമാക്കി ഞാൻ സെറ്റ് ചെയ്തതാണ്. 8 to 9:30 വരെ ഫസ്റ്റ് സ്റ്റഡി സെക്ഷനാണ്. സ്റ്റഡി സെഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് എഴുതാനല്ല, അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു. നമ്മൾ നോട്ട് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. അത് നോട്ട് എഴുതാൻ നമുക്ക് വേറെ സ്റ്റഡി സെക്ഷൻ ഉണ്ട്. നോട്ട് എഴുതാൻ യൂസ് ചെയ്തത് ആ ഒരു ടൈം ഫുള്ള് നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാസ്സിലെടുത്തു, എന്തൊക്കെ പഠിക്കാനുണ്ട്, അത് നല്ല അടിപൊളിയായിട്ട് 1.5 മണിക്കൂർ നിങ്ങളിതും പഠിക്കണം. സെക്കൻഡ് സ്റ്റഡി സെഷനിലാണ് നമ്മളത് നോട്ട്സൊക്കെ എഴുതാൻ പറയുന്നത് കേട്ടോ. 9:45 to 10 വരെ നിങ്ങൾക്ക് ഡിന്നർ ടൈമാണ്. എൻ്റെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്കൊക്കെ എടുക്കാനുള്ള ടൈമൊക്കെ കയ്യിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇത് ഇഷ്ടമനുസരിച്ച് അതൊന്ന് ലോങ് ആക്കി ഷോർട്ടാക്കി ചെയ്യാം കേട്ടോ. 10 to 11 1 മണിക്കൂർ സെക്കൻഡ് സ്റ്റഡി സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട്സൊക്കെ എഴുതാനുള്ള ടൈമാണ്. ആ നോട്ട്സൊക്കെ എഴുതി നമ്മൾ പെട്ടെന്ന് തീരെ വെച്ചെങ്കിൽ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാൻ കൂടി ചെയ്യാം. ദെൻ 11:15 ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മൾ ആഫ്റ്റർ സ്കൂളിൻ്റെ ടൈം ടേബിൾ. ഇതൊരു കുഞ്ഞ് 2 ട്രിക്കാണ് രാവിലത്തെ കേട്ടോ. മോർണിംഗ് റൂട്ടീനിലൊക്കെ എന്താ പറയുക അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു 2 ട്രിക്കാണ്. 6:30 to 7 വരെ നമുക്ക് ഫ്രഷ് ടൈമാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ച് എക്സസൈസ് ഓർ നമ്മളിപ്പോൾ ഫ്രഷ് ഒക്കെ ആവേണ്ട ടൈമാണ്. 7 to 8 വരെ റിവൈസ് എവറിത്തിങ്. ഇന്നലെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളൊന്നൊരു 8 മണി വരെ 7 to 8 വരെ ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. അതാണ് നമ്മളെ 2 ട്രിക്ക് എന്നൊക്കെ പറയുന്നില്ലേ, അത്രേനെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരുത്താം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ടൈമൊക്കെ ചേഞ്ച് ആക്കാം, ഇത്ര മണിക്കൂർ കുറക്കാം, ഇത്ര മണിക്കൂർ കൂട്ടാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ടൈം ടേബിൾ ആട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഗൈസ്, ഇതൊക്കെ ഫോളോ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകം വേണമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ ഇത്ര പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഇത്രയും പേര് കമൻറ്റ് ചെയ്യും, നിങ്ങൾ ഇത്രയും പേര് റിക്വസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇതേ സപ്പോർട്ടിനെ ഈ വീഡിയോയിലും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ലോങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളത് എന്തായാലും ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യാൻ നോക്കും കേട്ടോ. ആൻഡ് ഗൈസ്, ചാലഞ്ചൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ചലഞ്ചസ് പറയാം കേട്ടോ. ആൻഡ് മൈ ഗൈസ്, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് ഇഷ്ടം അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ബേസ്ഡ് വരെ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ആൻഡ് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മോസ്റ്റ് ഷോർട്സിലും ഞാൻ ഹിസ്റ്ററി എന്താ പറയുക പഠിക്കുന്നതൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്താണ് കമൻറ്റ് ചെയ്യുക. ഞാൻ മോസ്റ്റ് സെയിം ടൈപ്പ് സബ്ജക്റ്റാണ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആ ഒരു സബ്ജക്റ്റിന് പറ്റിയ ഒരു സ്റ്റഡി വ്ളോഗ് എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ മേക്ക് ചെയ്യാതെ. എന്നാലും കുറച്ച് പേർക്ക് അറിയാത്തതുണ്ടാവും, അവർക്കൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ എടുക്കുന്ന ഓരോരോ ടൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളോട് പറയണ ഒരു വർക്ക് ചെയ്യുക, ഇപ്പോൾ മാത്സ് 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും. സ്വാഭാവികം നമ്മളപ്പം തന്നെ മറക്കും ചില സമയത്ത് കേട്ടോ. എല്ലാവരും എന്നല്ല പറയുന്നത്, കുറച്ചധികം പേര് എൻ്റെ ഗ്രൂപ്പിൽ പെട്ടവരൊക്കെ മറക്കും പെട്ടെന്ന്. എന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ അയ്യോ അത് ചെയ്തില്ല അല്ലേ, അങ്ങനത്തെ അത് മറിവ് വരാണ്ടിരിക്കാനാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടു ഡു ലിസ്റ്റ് നമ്മൾ ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ നിങ്ങളിപ്പോൾ സ്റ്റിക്കി നോട്ട് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. സ്റ്റിക്കി നോട്ടിൽ എങ്ങനെ റഫ് നോട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ആ ഡേറ്റ് എഴുതുക. ഡേറ്റ് എഴുതിയിട്ട് നമ്മൾ ഇപ്പോൾ മാത്സ് ആണെന്നുണ്ടെങ്കിൽ മാത്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഡാഷ് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഹൈഫൻ പോലെ ഇട്ടിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്ക് നിങ്ങൾ അതിൽ എഴുതുക. മാത്സിൻ്റെ ഇപ്പോൾ മാത്സ് 8th ക്വസ്റ്റ്യൻ എന്നിട്ട് എഴുതുക. എന്നിട്ടൊരു ബോക്സ് വരയ്ക്കുക. പിന്നെ അടുത്തത് ഇപ്പോൾ ബയോളജി ആണോ, അങ്ങനെ നിങ്ങൾക്ക് എത്ര ഡെയിലി പറയുന്നുണ്ടോ അതൊക്കെ നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് നമ്മളിങ്ങനെ എഴുതുക. അടിക്കടിക്കാക്കിയിട്ട് എഴുതുക. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുക. ഞാനത് വിശദീകരിച്ച് കമൻറ്റ് നിങ്ങൾക്ക് റിപ്ലൈ തരാം. ആൻഡ് ഗൈസ്, നമ്മൾ ഈ എഴുതിയോടത്തൊക്കെ ഒരു കുഞ്ഞൊരു ബോക്സ് വരയ്ക്കുന്നത് നല്ലതാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ
സ്മോൾ ബോക്സ്, ഒരു സ്ക്വയറിൽ ഒരു സ്മോൾ ബോക്സ് വരച്ചിട്ട് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടിക്ക് ചെയ്യുക. ആ ടിക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ടിക്ക് ചെയ്യാൻ വേണ്ടി ചിലവരൊക്കെ ചെയ്യും എന്നെ പോലെ. അത് ഫുള്ളായിട്ട് ടിക്ക് ചെയ്ത് കാണണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ്. എന്നാൽ ഞാനിപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ കുറേ ബോക്സുകൾ വരച്ചേക്കും. ആ ബോക്സിൽ ഇപ്പോൾ മാച്ച് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ആ ബോക്സൊക്കെ വരച്ച് വെച്ചാൽ നമുക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, കോൺഫിഡൻസ്, എന്താ പറയുക, ഒരു ഉത്സാഹം, അത് പറഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു പ്രേരണ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാ പറഞ്ഞാൽ ടു ഡു ലിസ്റ്റിൽ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോക്സസ് ഇങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ടിക്ക് ചെയ്തിട്ട് നമ്മളത് ഫുള്ള് ചെയ്യാൻ ശ്രമിക്കും. അത്രക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണത്. ആൻഡ് മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾ ഇനിയും നെക്സ്റ്റ് വീഡിയോസിനൊക്കെ വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.